Dear students, so today we are continuing with the effectiveness of monetary and fiscal policy using ISLM model, and in the last session we were discussing about the effectiveness of fiscal policy using ISLM model. So today we are going to study about effectiveness of monetary policy using ISLM model. Before going to the details of the effectiveness, let us just rewind some points regarding the monetary policy. But monetary policy endana, what are the different instruments of monetary policy? Okay, so monetary policy, we know that this monetary policy are the policy measures that is adopted by the central bank of a country. Okay, so ഈ ഒരു മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് അഡോപ്റ്റ് ചെയ്യുന്ന ചില പോളിസി മെഷേഴ്സിനെയാണ് നമ്മൾ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അതായത് മോണിറ്ററി അതോറിറ്റീസ് ഓർ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ ക്രെഡിറ്റ് കൺട്രോളിംഗ് മെഷേഴ്സ് ഉപയോഗിച്ച് ഇക്കണോമിക് ആക്ടിവിറ്റി ബാലൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ ദി ഫുൾ അതോറിറ്റി ഓഫ് ദി മോണിറ്ററി അതോറിറ്റി ഓർ ദി സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി. സോ മണി സപ്ലൈ, ഒരു രാജ്യത്തിൻ്റെ മണി സപ്ലൈ മോണിറ്ററി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ അധികാരത്തിൽ മോണിറ്ററി മെഷേഴ്സ് ഉപയോഗിച്ച് മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ആൻഡ് വി നോ ദാറ്റ് ദർ ആർ ഡിഫറെൻറ്റ് ടൂൾസ് ഓർ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിരുന്നു. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൂൾസ് ഓർ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മോണിറ്ററി പോളിസി. അപ്പോൾ പ്രധാനമായിട്ടും ടൂൾസ് നമ്മൾ രണ്ട് രീതിയിൽ പറഞ്ഞു. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സും ഉണ്ട്, ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്, ആൻഡ് ക്വാളിറ്റേറ്റീവ് ഓർ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്. അങ്ങനെ രണ്ട് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ബാങ്ക് റേറ്റ്, ദെൻ റിസർവ് റേഷ്യോസ് CRR ഉണ്ട്, SLR ഉണ്ട്, ദെൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ദെൻ റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്സ്. ഇങ്ങനെയുള്ള ബാങ്കുകളുടെ റേറ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന റേറ്റുകളെല്ലാം റെഗുലേറ്റ് ചെയ്യുക വഴി ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമുക്ക് മണി സപ്ലൈ ഗവൺമെൻറ് സെൻട്രൽ ബാങ്ക് കൺട്രോൾ ചെയ്യുന്നതിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞു. അതുപോലെ ക്വാളിറ്റേറ്റീവ് ഓർ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ദാറ്റ് ഇൻക്ലൂഡ്സ്, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് സപ്ലൈ ഓഫ് മണീനെ എഫക്റ്റ് ചെയ്യാതെ എന്നാൽ ക്വാളിറ്റേറ്റീവായിട്ടുള്ള സെലക്റ്റീവായിട്ടുള്ള ചില മെഷേഴ്സിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് മെഷേഴ്സിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അതിൽ നമ്മൾ പറഞ്ഞത് റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്സ്, ദെൻ റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്, ദെൻ ക്രെഡിറ്റ് റേഷനിങ്, ദെൻ മോറൽ സുവേഷൻ, ദെൻ ഡയറക്റ്റ് കൺട്രോൾ. ഇത്രയൊക്കെയാണ് നമ്മുടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ടൂൾസ് നമ്മൾ പഠിച്ചത്. സോ ഈ ഒരു ഭാഗങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ഫിസ്ക്കൽ പോളിസിയുടെയും മോണിറ്ററി പോളിസിയുടെയും ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്തത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദി ഇഫക്റ്റീവ്നെസ് ഓഫ് monetary policy. Okay, so effectiveness of monetary policy. മോണിറ്ററി പോളിസിയുടെ ഇഫക്റ്റീവ്നെസ്, ഫിസ്ക്കൽ പോളിസിയുടെ ഇഫക്റ്റീവ്നെസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. രണ്ട് ഡിറ്റർമിനൻസ് ഉണ്ട്. ഡിമാൻഡ് ഫോർ മണിയുടെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റിയുടെ ബേസിസിലാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി ഇഫക്റ്റീവ് ആണോ ഇൻഇഫക്റ്റീവ് ആണോ എന്ന് നമ്മൾ പറഞ്ഞു. നൗ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണി ഇസ് എ ഡിറ്റർമിനൻറ്റ് ഓഫ് ഇഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി പോളിസി. അപ്പോൾ ഇവിടെ ഇഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി പോളിസി നോക്കുമ്പോൾ ആദ്യത്തെ ഡിറ്റർമിനൻറ്റ് സെയിം ആസ് ദാറ്റ് ഓഫ് ഫിസ്ക്കൽ പോളിസി, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണി. നേരത്തെ ഫിസ്ക്കൽ പോളിസിയുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഡിമാൻഡ് ഫോർ മണിയുടെ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ആണ് ഒന്നാമത്തെ ഡിറ്റർമിനൻറ്റ്. അതുപോലെ രണ്ടാമത്തെ ഡിറ്റർമിനൻറ്റ് ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയുടെയും ഇഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ഡിറ്റർമിനൻറ്റ്സ് ഡിമാൻഡ് ഫോർ മണിയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ആണ്. അപ്പോൾ ഈ രണ്ടിൽ ഫിസ്ക്കൽ പോളിസിയുടെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി കണ്ടത് എന്താണ്? ഫിസ്ക്കൽ പോളിസിയുടെ കാര്യത്തിൽ ഡിമാൻഡ് ഫോർ മണി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും
ഇൻവെസ്റ്റ്മെൻറ്റ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കുമാണെങ്കിൽ ഫിസ്ക്കൽ പോളിസി ഇഫക്റ്റീവ് ആയിരിക്കും എന്നാണ് നമ്മൾ കണ്ടത്. നൗ ലെറ്റ് us ചെക്ക് വാട്ട് ഈസ് ദ സിറ്റുവേഷൻ ഓഫ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസിയുടെ കാര്യത്തിൽ ഈ ഡിറ്റർമിനൻസ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണിയുടെ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിറ്റിയാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. ആൻഡ് വെൻ ദ ഡിമാൻഡ് ഫോർ മണി ഈസ് പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക്, അതായത് നമ്മൾ നേരത്തെ ലിക്വിഡിറ്റി ട്രാപ്പ് സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞതാണ്. പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് ആണെങ്കിൽ then we can say that monetary policy is completely ineffective. അപ്പോൾ നമ്മുടെ ഫിസ്ക്കൽ പോളിസിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഡിമാൻഡ് ഫോർ മണിയുടെ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിറ്റി പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് ആണെങ്കിൽ മോണിറ്ററി പോളിസി വിൽ ബി ഇൻഇഫക്റ്റീവ്. സോ നമുക്ക് പറയാം ഇക്കോണമി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് സിറ്റുവേഷനിലാണെങ്കിൽ ഇൻക്രീസ് ഇൻ മണി സപ്ലൈ will fails to lower the interest rate. അപ്പോൾ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ മണി സപ്ലൈയുടെ ഇൻക്രീസ് ഇറ്റ് ഫെയിൽസ് ടു ലോവർ ദി ഇൻട്രസ്റ്റ് റേറ്റ്. ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പം ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ പെർഫെക്റ്റ് ലിക്വിഡിറ്റി ട്രാപ്പിൽ നമുക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മോണിറ്ററി പോളിസി കംപ്ലീറ്റ്ലി ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിൽ മോണിറ്ററി പോളിസി ഇൻഇഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്കത് ഫിഗറായിട്ട് തന്നെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇൻ ദി എക്സ് ആക്സിസ് ഇൻകവും വൈ ആക്സിസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി നമുക്കറിയാം നമ്മളുടെ ഡിമാൻഡ് ഫോർ മണി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? LM കർവ് ഹൊറിസോണ്ടൽ ആൻഡ് ദിസ് ഇസ് ദി ലിക്വിഡിറ്റി ട്രാപ്പ് കേസ്. ഇനി IS കർവ് നോർമൽ IS കർവിൻ്റെ ഷേപ്പ് തന്നെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആൻഡ് ദിസ് ഇസ് ദി ഇക്വിലിബ്രിയം പോയിന്റ്. OR is the interest rate and OY is the income level. ഇനി പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് ആണെങ്കിൽ in this figure an increase in money supply has no effect in the interest rate. അപ്പോൾ എത്ര സപ്ലൈ ഓഫ് മണി ഇൻക്രീസ് ചെയ്താലും ഇൻട്രസ്റ്റ് റേറ്റിൽ വ്യത്യാസമൊന്നും വരത്തില്ല. ആൻഡ് ദ റേറ്റ് ഇൻകം ലെവലിലും ഒരു വ്യത്യാസവും വരികയില്ല. അതായത് നമ്മുടെ ഫിസ്ക്കൽ പോളിസിയുടെ എഫക്റ്റീവ്നെസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞ അതേ അവസ്ഥയാണ് ഇവിടെ വരുന്നത്. ഡിമാൻഡ് ഫോർ മണി പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് ആണെങ്കിൽ there will be no change in interest rate as well as there is no change in income level. അപ്പം അവിടെ എത്രമാത്രം സപ്ലൈ ഓഫ് മണി ഇൻക്രീസ് ചെയ്താലും LM കർവ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറുകയില്ല. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും ആൻഡ് ദർ വിൽ ബി നോ ഇൻക്രീസ് ഇൻ ഇൻകം ലെവലിൽ ഇൻക്രീസ് ഒന്നും ഉണ്ടാവില്ല. സോ ഹിയർ മോണിറ്ററി പോളിസി ഇൻഇഫക്റ്റീവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സിറ്റുവേഷൻ ദാറ്റ് ഈസ് വെൻ ദി ഡിമാൻഡ് ഫോർ മണി ഈസ് പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക്. അതായത് ഡിമാൻഡ് ഫോർ മണി നമ്മുടെ LM കർവ് വെർട്ടിക്കൽ ആയിട്ടുള്ളൊരു കേസ് LM. ഓക്കെ, സോ ഇഫ് ദ ഡിമാൻഡ് ഫോർ മണി ഈസ് പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് then we can see monetary policy is highly effective. നോക്കാം, ഇൻകം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത് നമ്മളുടെ IS കർവ് ആൻഡ് ദ ഡിമാൻഡ് ഫോർ മണി പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആകുമ്പോൾ നമ്മുടെ LM കർവ് വെർട്ടിക്കൽ ആയിരിക്കും. അപ്പം മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു. വിത്ത് ആൻ ഇൻക്രീസ് ഇൻ മണി സപ്ലൈ വെർട്ടിക്കൽ LM കർവ് ഷിഫ്റ്റ് റൈറ്റ് വേർഡ്സ് LM1. അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ ഇക്വിലിബ്രിയം പോയിൻ്റ് ORഉം OYയും. സെക്കൻഡ് കേസിൽ ദിസ് ഇസ് ദി equilibrium point, there is a fall in interest rate and an increase in income level. So rate of interest കുറയുകയും ചെയ്തു, നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. സോ
we can say that rate of interest falls from OR to OR1 which has no effect on demand for money. അപ്പോൾ ഡിമാൻഡ് ഫോർ മണിയിൽ ഒരു ഇഫക്റ്റും വരുത്തിയിട്ടില്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുവാണ് ചെയ്തത്. അതേസമയം മണി സപ്ലൈ ഇൻക്രീസ് ചെയ്തപ്പം ലെവൽ ഓഫ് ഇൻകം OYയിൽ നിന്നും OY1ലേക്ക് ഇൻക്രീസ് ചെയ്തു. ദാറ്റ് മീൻസ് മോണിറ്ററി പോളിസി ഈസ് കംപ്ലീറ്റ്ലി ഇഫക്റ്റീവാണ് ഈ ഒരു സിറ്റുവേഷനിൽ. സോ മോർ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് ദി ഡിമാൻഡ് ഫോർ മണി, ലെസ് ഇഫക്റ്റീവ് ഇസ് മോണിറ്ററി പോളിസി. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി ഇതിപ്പോൾ എന്താണ്, ഇൻഇലാസ്റ്റിക് കേസാണ് അല്ലേ. അപ്പോൾ ഇൻഇലാസ്റ്റിക് ആയിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് മോണിറ്ററി പോളിസി ഇഫക്റ്റീവ് ആകും, ഇലാസ്റ്റിക് ആയിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇൻക്രീസ് ഇൻ മണി സപ്ലൈ, മണി സപ്ലൈയിൽ ഒരു ഇൻക്രീസ് വന്നാൽ ദാറ്റ് ലീഡ്സ് ടു സ്മോളർ ഫോൾ ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എഫക്റ്റീവ് ആണെന്ന് പറയുന്നത്. അതായത് ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു കുറവും സംഭവിക്കുന്നു. അതേപോലെ തന്നെ ഇൻകം ലെവൽ നോക്കുകയാണെങ്കിൽ ദാറ്റ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ഇൻകം ലെവൽ. അപ്പം സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു, നാഷണൽ ഇൻകം കൂടുന്നു, ആൻഡ് മോണിറ്ററി പോളിസി വിൽ ബി ഇഫക്റ്റീവ് ഇൻ ദിസ് കേസ്. ഓക്കെ, അപ്പം ഇതാണ് മോണിറ്ററി പോളിസിയുടെ ഇഫക്റ്റീവ്നെസ്. ദാറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കുമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ. ഇനി നമുക്ക് തേർഡ് കേസും കൂടെ നോക്കുകയാണെങ്കിൽ നേരത്തെ പോലെ മോണിറ്ററി പോളിസി അതായത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കും അല്ല പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും അല്ല, സ്റ്റീപ്പറായിട്ട് ഫ്ലാറ്ററായിട്ടും വരുന്ന ഒരവസ്ഥ. That is, let this be the IS curve and LM curve. IS curve, then this is the LM1. ഇതാണ് നമ്മളുടെ LM1. ഫസ്റ്റ് LM curve എന്ന് പറയുന്നത് this is the equilibrium point OR and OY. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, LM കർവ് കുറച്ച് സ്റ്റീപ്പറായിട്ടുള്ള ഒരു കേസാണ്. അപ്പം LM കർവ് സ്റ്റീപ്പറായിട്ട് വരുന്നതനുസരിച്ച് നമുക്ക് പറയാം ഫിസ്ക്കൽ പോളിസി ഇഫക്റ്റീവ് ആയിരിക്കും. LM കർവ് ഫ്ലാറ്ററായി പോകുന്നതനുസരിച്ച് ഫിസ്ക്കൽ പോളിസി ഇൻഎഫക്റ്റീവ് ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. സോ IS ഇനി ഒരു ഫ്ലാറ്ററായിട്ടുള്ള ഒരു കർവ് നമുക്കെടുക്കാം. LM2 എന്ന് എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ സിറ്റുവേഷൻ? സെയിം, ഇൻട്രസ്റ്റ് റേറ്റിൽ വ്യത്യാസമൊന്നുമില്ല, ഇൻകം ലെവലിലും വ്യത്യാസമൊന്നുമില്ല. ദാറ്റ് മീൻസ് നമ്മളുടെ ഫ്ലാറ്ററായി വരുന്നതനുസരിച്ച് ഇത് ഇൻഎഫക്റ്റീവ് ആണ്. എന്നാൽ നമുക്ക് കുറച്ചും കൂടി സ്റ്റീപ്പറായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അതായത് LM കർവ്, ദിസ് ഇസ് ദ സിറ്റുവേഷൻ LM3. ഇതാണ് പുതിയ ഈക്വിലിബ്രിയം പോയിൻ്റ്. ഇവിടെ നോക്കിക്കേ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞു, ഇൻകം ലെവല് കൂടി. ദാറ്റ് മീൻസ് സ്റ്റീപ്പറായിട്ടുള്ള സിറ്റുവേഷനിലെല്ലാം ഇഫക്റ്റീവാണ് LM കർവ്. അതായത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയിട്ടിരിക്കുമ്പോഴെല്ലാം മോണിറ്ററി പോളിസി ഇഫക്റ്റീവ് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നതായിട്ടും ഇൻകം ലെവൽ കൂടുന്നതായിട്ടും നമുക്ക് കാണാം. സോ ദ ഫോൾ ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് റൈസ് ഇൻ ഇൻകം ഈസ് മോർ ഇൻ ദ കേസ് ഓഫ് സ്റ്റീപ്പർ LM കർവ്. അപ്പോൾ LM കർവ് സ്റ്റീപ്പർ ആയിട്ടുള്ള, അതേസമയം ഇവിടെ നോക്കിക്കാൻ നമുക്ക് ഇതിലെ കൂടെ ഒരു ഫ്ലാറ്റർ ആയിട്ടുള്ള കേസ് പോവുകയാണെങ്കിൽ ഇതിലെ കൂടെ ഇല്ല, ഇവിടെ നമുക്ക് കുറച്ച് ഫ്ലാറ്ററായിട്ട് ഇത് LM4 നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ IS കർവ്. ഇതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചുകൂടി കൂടുന്നതായിട്ടും ഇൻകം കുറച്ചുകൂടി കുറയുന്നതായിട്ടും, അതായത് ഈ ഒരു സിറ്റുവേഷനെ വെച്ച് നോക്കുമ്പോൾ കുറയുന്നതായിട്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്നതായിട്ടും നമുക്ക് കാണാം. അപ്പോൾ മാക്സിമം സ്റ്റീപ്പറായിട്ട് വരുന്ന അനുസരിച്ചായിരിക്കും ഇൻകം ലെവല് കൂടുന്നതും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നതും. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്താണ്, ഈ ഡിമാൻഡ് ഫോർ മണിയുടെ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി, ഡിമാൻഡ് ഫോർ മണിയുടെ കേസിൽ പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആകുന്ന അനുസരിച്ച് മോണിറ്ററി പോളിസി ഇഫക്റ്റീവ് ആയിരിക്കും.
So that is the result of first determinant, that is interest elasticity of demand for money. Now second determinant എന്താണ്? Interest elasticity of investment. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ആണ്. ഫിസ്ക്കൽ പോളിസിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ ഫിസ്ക്കൽ പോളിസി ഇഫക്റ്റീവ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. നൗ ഹിയർ ഇഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് then the monetary policy will be completely effective. അതായത് നമ്മളുടെ ഫിസ്ക്കൽ പോളിസിയുടെ നേരെ ഓപ്പോസിറ്റ് റിസൾട്ടാണ് ഇവിടെയും വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെങ്കിൽ മോണിറ്ററി പോളിസി ഹൈലി ഇഫക്റ്റീവ് ആയിരിക്കും. സോ നമുക്കതൊന്നും റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. മോണിറ്ററി പോളിസി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് ആണെങ്കിൽ നമ്മളുടെ IS കർവ് ഹൊറിസോണ്ടൽ IS കർവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഇസ് ദി IS കർവ് ആൻഡ് ദിസ് ഇസ് ദി LM കർവ്. ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് ROY. So original equilibrium is point E. Now rate of interest over income is OY and increase in money supply increase ചെയ്താൽ നമ്മുടെ LM curve എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? റൈറ്റ് വേർഡ് ഷിഫ്റ്റ്. സോ LM to LM1. Okay. Now what is the result? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല, എന്നാൽ ഇൻകം ലെവല് Y1ലേക്ക് വന്നു. സോ ഈവൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് എ ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ വ്യത്യാസം ഒന്നും വരാതെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു കുറവ് പോലും വരാതെ ദർ ഈസ് എ ലാർജ് ഇൻക്രീസ് ഇൻ ഇൻകം ലെവൽ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു മാറ്റം വരുത്താതെ സെയിം കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് തന്നെ ഒരു നാഷണൽ ഇൻകം ഇൻക്രീസ് നമുക്ക് ഈ ഒരു കേസിൽ കാണിക്കാനായിട്ട് പറ്റും. ബിക്കോസ് ഇവിടെ എന്താണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് ആണ് ആൻഡ് മോണിറ്ററി പോളിസി ഈസ് കംപ്ലീറ്റ്ലി ഇഫക്റ്റീവ്. സോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇലാസ്റ്റിസിറ്റി നോക്കുവാണെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെങ്കിൽ നമ്മളുടെ IS കർവ് ഹൊറിസോണ്ടൽ ആയിരിക്കും. അവിടെ മണി സപ്ലൈയിൽ ഇൻക്രീസ് വന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെങ്കിൽ നമ്മുടെ മോണിറ്ററി പോളിസി കംപ്ലീറ്റ്ലി ഇഫക്റ്റീവ് ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തിരിച്ച് മോണിറ്ററി പോളിസി ഇൻവെസ്റ്റ്മെൻറ്റ് പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ IS കർവ് വെർട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ. IS കർവ്, ദിസ് ഇസ് ദി LM കർവ്, ദിസ് ഇസ് ദി ഇക്വിലിബ്രിയം ആൻഡ് OY. Okay. Now here investment, when investment is perfectly interest inelastic, IS curve is vertical, then money supply increase ചെയ്താൽ നമ്മുടെ LM curve റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, LM1. and what happens here? This is the new equilibrium, OR1, income same by തന്നെ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു കുറവ് വന്നു, ഇൻട്രസ്റ്റ് റേറ്റ് ഫോൾസ് ഫ്രം OR to OR1, still there is no change in national income because investment is perfectly interest inelastic. അതായത് ഇൻട്രസ്റ്റ് റേറ്റിനോട് പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു കുറവ് വന്നാൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിൽ ഒരു ഇൻക്രീസ് വരുന്നതായിട്ട് നമുക്ക് കാണിക്കാനായിട്ട് പറ്റില്ല. Therefore we can say that here monetary policy is completely ineffective. Okay, so this is the case of interest elasticity of investment. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കുമായിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ പോലും മോണിറ്ററി പോളിസിയുടെ കാര്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇലാസ്റ്റിസിറ്റി ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇലാസ്റ്റിക് ആയിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് മോണിറ്ററി പോളിസി ഇഫക്റ്റീവ് ആയിരിക്കും. ഇൻഇലാസ്റ്റിക് ആകുന്നതനുസരിച്ച് മോണിറ്ററി പോളിസി ഇൻഇഫക്റ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ IS കർവ് വെർട്ടിക്കലായി ഹൊറിസോണ്ടൽ ആകുന്നതനുസരിച്ച് ഇഫക്റ്റീവ് ആയിരിക്കും. അപ്പം ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ പോയി ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ സിറ്റുവേഷൻ ആകുമ്പോഴത്തേനും ഇത് എഫക്റ്റീവ്നെസ് കൂടി വരും. അതേസമയം
IS കർവ് വെർട്ടിക്കൽ ആകുന്ന സിറ്റുവേഷൻ, വെർട്ടിക്കലായി വരുന്ന അനുസരിച്ച് ഇഫക്റ്റീവ്നെസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതും നമുക്ക് ജസ്റ്റ് ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ സീ ഇൻട്രസ്റ്റ് റേറ്റും ഇൻകവും. സോ അറ്റ് ഫസ്റ്റ് ഇതാണ് നമ്മളുടെ IS കർവ്, ദെൻ ഇതാണ് നമ്മളുടെ LM കർവ്. ദിസ് ഇസ് ദി ഇക്വിലിബ്രിയം പോയിന്റ് OR and OY. Okay. Then when LM curve shifts to the right, LM curve LM1ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. Then the new equilibrium point is E1. Let it be 1. So this is the new equilibrium point. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാം ORൽ നിന്നും OR1 ഇച്ചിരി കുറഞ്ഞു. ഇൻകവോ ഇൻക്രീസസ് ഫ്രം OY to OY1. അപ്പം സപ്ലൈ ഓഫ് മണി ഇൻക്രീസ് ചെയ്തു, LM കർവ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്ത് വരുന്നതനുസരിച്ച് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ഇൻകം ലെവൽ. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, ഒരു ഇഫക്റ്റീവ്നെസ് ഫിസ്ക്കൽ നമ്മുടെ മോണിറ്ററി പോളിസി ഇഫക്റ്റീവ് ആണ് LM കർവിൻ്റെ ഷിഫ്റ്റ്. നൗ ഇഫ് ദ IS കർവ് ഈസ് സ്റ്റീപ്പർ, അപ്പം ഇതാണ് നമ്മളുടെ IS എന്ന് പറയുന്നതാണ്, ഇത് സ്റ്റീപ്പർ ആകുന്നതനുസരിച്ച് അപ്പം നമുക്ക് കുറച്ചുകൂടി സ്റ്റീപ്പറായിട്ടൊരു IS കർവ് വരയ്ക്കാം. ഓക്കെ, IS1 ആൻഡ് ഹിയർ പുതിയൊരു ഇക്വിലിബ്രിയം IS1ഉം LM1. ദിസ് ഇസ് E2. ഇവിടെ നോക്കിക്കേ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞു ആൻഡ് ഇൻകം ലെവൽ. സോ IS കർവ് സ്റ്റീപ്പറായി വരുന്നതനുസരിച്ച് നമ്മളുടെ നോക്കി ഇപ്പം നേരത്തെ വൈയിൽ നിന്ന് Y1ലേക്ക് പോയതിനേക്കാളും കുറഞ്ഞൊരു ഇൻകം ലെവലേ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഈ Y1ൽ നിന്നും Y2യിലോട്ട് കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞെങ്കിൽ ഇൻകം OYയിൽ നിന്നും OY1ലേക്ക് പോയി. അപ്പോൾ കമ്പയർ ടു ദി പ്രീവിയസ് സ്റ്റേജ്, അപ്പോൾ ഫ്ലാറ്റർ ആയിട്ടുള്ള IS കർവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇപ്പം ഇത് നമ്മളുടെ ഒരു IS കർവ്, ഇതാണ് അടുത്ത IS കർവ്. അപ്പം ഫ്ലാറ്റർ ആയിട്ടുള്ള IS കർവ് ആണെങ്കിൽ നമുക്ക് ഇത്രയും ഇൻക്രീസ് ഇൻകത്തിൽ വരും. സ്റ്റീപ്പർ ആകുന്ന അനുസരിച്ച് നമ്മളുടെ വരുന്ന ഇൻക്രീസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ കമ്പാരിറ്റീവ്ലി IS കർവ് ഫ്ലാറ്റർ ആകുന്ന അനുസരിച്ചായിരിക്കും മോണിറ്ററി പോളിസി ഇഫക്റ്റീവ് ആകുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് ആകുന്ന അനുസരിച്ച് മോണിറ്ററി പോളിസി ഇഫക്റ്റീവ് ആയിരിക്കും. സോ വി ക്യാൻ സമ്മറൈസ് ദിസ് ആസ് ഇഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി പോളിസി. അപ്പോൾ അതിൻ്റെ രണ്ട് ഡിറ്റർമിനൻ്റ് ആണുള്ളത്, ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണിയും ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. ഡിമാൻഡ് ഫോർ മണിയുടെ കാര്യത്തിലാണെങ്കിൽ ഡിമാൻഡ് ഫോർ മണി പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആകുമ്പം മോണിറ്ററി പോളിസി ഇഫക്റ്റീവ് ആയിരിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആകുന്നതനുസരിച്ച് മോണിറ്ററി പോളിസി ഇഫക്റ്റീവ് ആയിരിക്കും. സോ ദിസ് ഇസ് ദി ഇഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി പോളിസി വിത്ത് റെസ്പെക്ട് ടു our ISLM model. And in the next session we can see the relative effectiveness of monetary and fiscal policy. അപ്പോൾ റിലേറ്റീവ് ഇഫക്റ്റീവ്നെസ്സിൽ മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും ഒരുപോലെ വരുന്ന മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് ഷിഫ്റ്റ് വരുന്നതനുസരിച്ച് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഇഫക്ട്സ് ഓഫ് മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി എന്നുള്ളതാണ് റിലേറ്റീവ് ഇഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ this is the effectiveness of monetary policy using ISLM model. Thank you.